ഹായ്, എൻ്റെ പേര് ഡെസ്നി. ഞാൻ ഈ DME ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഞാൻ VK നഴ്സസ് അക്കാദമി സൂരജ് സാറിൻ്റെ ക്ലാസ്സിൽ കഴിഞ്ഞ DME എക്സാം മുതൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ എനിക്ക് സപ്ലിമെൻ്ററി ലിസ്റ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴാണ് മെയിൻ ലിസ്റ്റിൽ കിട്ടിയത്. ആദ്യമൊന്നും ഞാൻ അത്ര കാര്യമായി പഠിക്കില്ലായിരുന്നു. പിന്നെ സാറിൻ്റെ ക്ലാസ് നല്ല യൂസ്ഫുള്ളായിരുന്നു. അത് നല്ല മലയാളത്തിൽ അർത്ഥം പറഞ്ഞു തന്ന് നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള രീതിയിലാണ് സാർ പറഞ്ഞു തന്നത്. മുൻപ് ഞാൻ ഓഫ്ലൈനായിട്ട് ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നൊന്നും എനിക്ക് ക്ലാസ് എടുക്കണതോ നോട്ടുകൾ തന്നെ പലതും എഴുതിയെടുക്കാൻ ആവുന്നുണ്ടായിരുന്നില്ല, പഠിപ്പിച്ചു തരുന്നത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് തിയറി ആണെങ്കിലും മനസ്സിലാക്കി ഹെൽപ്ഫുള്ളാവുന്ന രീതിയിൽ സാർ പറഞ്ഞു തന്നതും അത് മനസ്സിലാക്കി പഠിക്കാൻ കഴിഞ്ഞതും ഈ സാറിൻ്റെ ക്ലാസ്സിൽ വന്നതിന് ശേഷമാണ്. പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പ്, സാർ പറഞ്ഞത് പ്രകാരം ചെയ്യുന്ന ടിപ്പ് എന്ന് പറഞ്ഞത്, സാർ എടുത്തു തരുന്ന ക്ലാസ് പിറ്റേ ദിവസം തന്നെ എൻ്റെ എളുപ്പത്തിൽ റെക്കോർഡ് ചെയ്ത് വെക്കുമായിരുന്നു. അത് റിവിഷൻ ചെയ്യുമ്പോൾ ഞാൻ ആ റെക്കോർഡ് ചെയ്തതാണ് കേട്ടിരുന്നത്. അതുപോലെ തന്നെ എനിക്ക് കിട്ടാത്ത പോയിൻറ്റുകളെല്ലാം ചെറിയ ചെറിയ നോട്ട്സ് ആക്കിയിട്ട് വോളിലൊക്കെ എഴുതി ഒട്ടിക്കുമായിരുന്നു. അങ്ങനെ സാർ എന്തൊക്കെ പറഞ്ഞു തന്നോ ആ നോട്ടുകളും എങ്ങനെ പഠിക്കണം എന്നുള്ള ടിപ്പുകളുമൊക്കെ സാറ് പറഞ്ഞു തന്നത് പ്രകാരം ചെയ്ത് ഇപ്പോൾ ലാസ്റ്റ് ദൈവാനുഗ്രഹം കൊണ്ട് എൻ്റെ ലാസ്റ്റ് ചാൻസും കൂടിയാണിത്. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. 2 ഷിഫ്റ്റാണ് ഡ്യൂട്ടി ഉള്ള ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് 3 മക്കളുണ്ട്. അച്ഛൻ, അമ്മ എല്ലാവരെയും നോക്കി നൈറ്റിലുള്ള പഠിത്തവും ഡ്യൂട്ടിയും എല്ലാം കൂടി ആയിട്ടാണ് ഇപ്പം എനിക്ക് കിട്ടിയത് ദൈവാനുഗ്രഹം. അതിനെല്ലാം എനിക്ക് വലിയ താങ്ക്സ് പറയേണ്ടത് സൂരജ് സാറോട് മാത്രമാണ്. സൂരജ് സാർ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ DHS ലിസ്റ്റിൽ അന്ന് എനിക്ക് എക്സാം എളുപ്പമായിരുന്നു എന്ന് ഫീൽ ചെയ്തു. പക്ഷേ ഞാൻ കുറേ നെഗറ്റീവ് ആൻസർ വരുത്തി. എനിക്ക് ഇപ്പോൾ പഠിക്കുന്ന പിള്ളേരോട് പറയാനുള്ള മെയിൻ കാര്യം, നെഗറ്റീവ് മാർക്ക് അവോയ്ഡ് ചെയ്തിട്ട് എങ്ങനെ പഠിക്കാം എന്നുള്ളത് ആദ്യം ട്രൈ ചെയ്യുക. എത്ര നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും നെഗറ്റീവ് മാർക്ക് നമ്മൾ അറിയാതെ വരുത്തും. അത് വരുത്താതെ മാക്സിമം ശ്രമിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. സൂരജ് സാർ എന്താണോ പറയണത്, എങ്ങനെ പഠിക്കണം എന്ന് പറയണോ അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യുക. തീർച്ചയായും എല്ലാവർക്കും നേടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.